എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സാറിനാണ്. നമ്മുടെ പുസ്തകത്തിന്റെ പ്രകാശനവും തിരക്കും ഒക്കെ ആയി കുറേ ദിവസം ഞാൻ അതിന്റെ പിന്നാലെയായിരുന്നു. തിരക്കായിരുന്നതുകൊണ്ട് തന്നെ ലൈവുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ടോക്കുകളും അതുപോലെ തന്നെ ചർച്ചകളും ഒക്കെ. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആദ്യമായിട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേർ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മുടെ വണ്ടികൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, വീട് നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തമായി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇന്നത്തെ ആശുപത്രി ചെലവൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിന് അത്യാവശ്യം ഒരു നല്ല ആശുപത്രിയിൽ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടത്ര കവറേജ് ഉള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? ഏറ്റവും സങ്കടകരമായിട്ടൊരു വസ്തുതയാണ്, നമ്മളിൽ പലരും ഇന്നും അതെടുക്കാൻ മടിക്കുന്നു. നമ്മൾ വാങ്ങിയ കാർ രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ ഇൻഷുറൻസ് ചെയ്യും. അതൊക്കെ അതിന് മസ്റ്റാണ് അല്ലെ? നമ്മുടെ കാറിന്റെ ഇൻഷുറൻസ് പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ്, അതൊക്കെ ഒരു വണ്ടി നിരത്തിൽ ഓടണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് മസ്റ്റാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഗൃഹോപകരണങ്ങൾക്ക് വരെ, ഫ്രിഡ്ജിനും ടിവിക്കും വാഷിംഗ് മെഷീനും വരെ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ നമ്മളിൽ എത്ര പേർ നമ്മുടെ ജീവന്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്? ഞാൻ LIC അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. LIC പോലെയുള്ള ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ അത് വേറെ. എന്നാൽ നമുക്കൊരു ആവശ്യം, നമുക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോ നമ്മൾ കുറെ പേര് ഗവൺമെന്റ് ആശുപത്രികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ആശുപത്രികളിൽ ഇന്ന് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ ലഭ്യമല്ല അല്ലെ? അത് അവരുടെ ഒരു കുറ്റമൊന്നുമല്ല. ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് സെറ്റപ്പിൽ കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും ഇന്നും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ആശുപത്രികളെയാണ്. നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-50, ഒരു ഗവൺമെന്റും പ്രൈവറ്റും കൂടി കൈകോർത്ത് പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ നല്ല രീതിയിൽ ഇപ്പോ പലതരത്തിലുള്ള സർജറികൾക്കും കാര്യങ്ങൾക്കും, അതായത് കുറച്ചൊരു എക്സ്പെർട്ടീസ് വേണ്ട കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രികളെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ഓരോന്നിന്റെയും ചിലവ് എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. കാരണം ഇന്ന് നമ്മൾ അതായത് കൊടുക്കുന്ന ഇപ്പോൾ ഒരു ആരോഗ്യ സംവിധാനം എന്ന് പറയുമ്പോൾ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അറ്റൻഡർമാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അങ്ങനെ കുറേ ആളുകളെ കേറ്റർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ? കുറെ ആളുകളുടെ ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കേണ്ട സാലറി, പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ പൈസ, ഇതെല്ലാം നോക്കുമ്പോൾ ദൈനംദിനം നമ്മുടെ ആരോഗ്യ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരു അസുഖം വന്നാൽ, ഒരൊറ്റ അസുഖം മതി, പ്രത്യേകിച്ച് ഇപ്പൊ ക്യാൻസർ പോലെയുള്ള ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കോ, അങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള, ഇന്നിപ്പോ അതിന്റെയൊക്കെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കുത്തര കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല അത്യാവശ്യം ഒരു നല്ല അസുഖം വന്നാൽ തകർന്ന് തരിപ്പണമാകുന്നതാണ് ഓരോ കേരളീയരുടെയും അല്ലെങ്കിൽ ഓരോ മലയാളിയുടെയും സാമ്പത്തികമായിട്ടുള്ള അടിത്തറ. നമ്മുടെ എല്ലാ ബജറ്റും നമ്മളെല്ലാ കണക്ക് കൂട്ടി ഇങ്ങനെ ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ നമ്മൾ കൂട്ടി വെക്കുന്ന നമ്മുടെ ഓരോ രൂപയും ഒരൊറ്റ അസുഖം നമ്മളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും, നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, 2 ദിവസം മുമ്പേ ഞാൻ എന്റെ ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ആളാണ് മിസ്റ്റർ മുരളി തുമ്മാരുകുടി. മുരളി ചേട്ടന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു. നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. മുരളി ചേട്ടന്റെ പോസ്റ്റ് ഇതായിരുന്നു: നമ്മൾ ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് നടത്തുന്ന ധൂർത്ത്. ഞാനത് വളരെയധികം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു പോസ്റ്റാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ഓരോ കുട്ടികളുടെ കല്യാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു കല്യാണ നിശ്ചയമുണ്ട്, കല്യാണമുണ്ട്, അത് കഴിഞ്ഞ ഒരു പാർട്ടി ഉണ്ട്, കഴിഞ്ഞു. ഇത്രയാണ് മാക്സിമം ഒരു കല്യാണത്തിന്റെ ഘട്ടങ്ങൾ അല്ലെ? ഇന്ന് ഒരു കല്യാണത്തിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? കല്യാണത്തിന് ആദ്യം എൻഗേജ്മെന്റിന് മുമ്പ് എൻഗേജ്മെന്റിന്റെ ഒരു സേവ് ദ ഡേറ്റ്, അതിന്റെ ഒരു ഫോട്ടോഷൂട്ട്, അത് കഴിഞ്ഞ എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന്റെ ഒരു സേവ് ദ ഡേറ്റ്, അത് കഴിഞ്ഞാൽ ഹൽദി, മെഹന്തി, അങ്ങനെ പറഞ്ഞ ഒരു പരിപാടി, അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് പിന്നീടല്ലോ ബാച്ചിലർ പാർട്ടി, ബ്രൈഡ് ടു ബി പാർട്ടി അല്ലെ, ബ്രൈഡൽ ഷവർ, ആ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ റിസപ്ഷൻ. ഇതൊക്കെ ചെക്കന്റെ വീട്ടിലും വേണം, പെണ്ണിന്റെ വീട്ടിലും വേണം. ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ യുവതലമുറയുടെ കല്യാണം എന്ന് പറയുന്നത്, അതായിരുന്നു മുരളിച്ചേട്ടന്റെ ആ ഒരു എഴുത്തിന്റെ ഉള്ളടക്കം.
ഇന്നത്തെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ഘട്ടങ്ങളിലായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ ഘട്ടങ്ങളിലെല്ലാം എന്തൊക്കെ വേണം? ഇതൊക്കെ കവർ ചെയ്യാനുള്ള ഫോട്ടോഷൂട്ട് വേണം, ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള വേഷവിധാനങ്ങൾ വേണം, അലങ്കാരങ്ങൾ വേണം. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ പണ്ടത്തെ ചെലവ് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു കല്യാണത്തിന്റെ ചെലവ് എത്രയോ മടങ്ങാണ്. നമ്മുടെ അച്ഛനമ്മമാരുടെ നടു ഓടിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കല്യാണ ചെലവുകൾ. അപ്പോ മുരളീച്ചേട്ടൻ പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെലവഴിക്കാം, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ അത് അച്ഛനമ്മമാരുടെ തലയ്ക്കും ഇതിൽ വെക്കാതെ നമ്മൾ ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും എങ്ങനെ വേണം നമ്മുടെ കല്യാണം എന്ന് തീരുമാനിച്ച് അത് ആർഭാടമായിട്ട് വേണമെങ്കിൽ അതിന്റെ ചെലവുകൾ കൂടി അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് സഹായിക്കുക. അതായത് ഒരു 50-50 എന്നുള്ള രീതിയിലെങ്കിലും അച്ഛനമ്മമാരെ സഹായിക്കണം. പറ്റുമെങ്കിൽ വിവാഹ ചെലവ് ആ ആൺകുട്ടിയും പെൺകുട്ടിയും തനിച്ച് വഹിക്കണം. അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർഭാടമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർഭാടം മോശം എന്നല്ല പറയുന്നത്, ആർഭാടമാക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ അതിന്റെ ചെലവ് ഈ പറയുന്ന പാവം അച്ഛന്റെയും അമ്മയുടെയും തലയിൽ മാത്രം വെച്ച് കൊടുക്കരുത്. കാരണം ഇന്ന് അച്ഛനമ്മമാരുടെ വരവ് അറിയാതെയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും കല്യാണത്തിന് ചിലവഴിക്കാൻ അവരെ നിർബന്ധിക്കുന്നത്. ഇന്ന് പലരും ഒരു മക്കളുടെ കല്യാണം കഴിയുമ്പോഴേക്കും കടക്കാരാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ പണം ദൂർത്തടിക്കുന്നത് അല്ലെങ്കിൽ സ്വരുക്കൂട്ടി വെച്ചത് എല്ലാം കളയുന്നത് വീട് വെച്ചിട്ടും മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുമാണ്. അല്ലെ? അത് സത്യമാണ്. ഇതിന്റെയൊക്കെ ഒരു കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടാനുണ്ടോ? ഈ കല്യാണത്തിനൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോയ ആളുകൾ പറയുന്ന 4 കുറ്റങ്ങളല്ലാതെ, അല്ലെ, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ കുറ്റം പറയും. ഇതല്ലാതെ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ? ഇതിന്ന് ഒരു റിട്ടേണും ഇല്ലാതെ മാത്രമല്ല ധാരാളം കടങ്ങൾ ബാക്കിയാവുകയും ചെയ്യും. പക്ഷേ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇതൊക്കെ ദൂർത്തടിച്ചോളൂ, വേണ്ടാന്നല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെയൊക്കെ കാശ് ചെലവാക്കുന്ന മലയാളികൾ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോഴും അമാന്തിക്കുകയാണ്, അല്ലെങ്കിൽ പുറകോട്ട് വലിയുകയാണ്. പിന്നെ എപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക? നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്ന് നമ്മൾ അഡ്മിറ്റ് ആവുമ്പോൾ, അപ്പോ ഈ പറയുന്ന ചിലപ്പോൾ മക്കളും ഉണ്ടാവില്ല, മരുമക്കളും ഉണ്ടാവില്ല. കാര്യം അവരൊക്കെ പലപ്പോഴും വിദേശങ്ങളിലും പലയിടത്തും ഒക്കെ ആയിരിക്കും. നമ്മളെ നോക്കാൻ പോലും പലപ്പോഴും ആരും ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റിയിരിപ്പ് കൂടി നമ്മൾ ചെയ്യണം. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. മനസ്സിലായില്ലേ? നിങ്ങൾ മക്കളെ പഠിപ്പിച്ചോളൂ, മക്കളെ കല്യാണം കഴിച്ചു വിട്ടോളൂ, എല്ലാം ചെയ്തോളൂ, നല്ല വീട് വെച്ചോളൂ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇതൊക്കെ നമ്മൾ എന്നും ഈ പച്ചലയായിട്ട് ഇരിക്കില്ല എന്നത് ഓർക്കുക. നമ്മളും പഴുക്കും, നമ്മളും ഒരു ദിവസം പഴുത്ത ഇലയായിട്ട് മാറും. ഈ പഴുത്ത ഇലയായിട്ട് മാറുന്ന സമയത്ത് ഒരു പഴുക്കും, പിന്നെ ഒരു ദിവസം നമ്മൾ താഴെ വീഴും. ഈ പഴുത്തു നിൽക്കുന്ന ഈ ഒരു അവസ്ഥ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വന്ന് നമുക്കൊരു പരസഹായം വേണ്ട ഒരു അവസ്ഥ വരുമ്പോ നമ്മുടെ കയ്യിൽ എന്താ വേണ്ടത്? നമ്മുടെ കയ്യിൽ വേണ്ടത് പൈസ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ചികിത്സിക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് നല്ലൊരു എമൗണ്ടിന് നമ്മൾ കവേർഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് വേണ്ട മെഡിക്കൽ ഫെസിലിറ്റീസ് നമുക്ക് അനുഭവിക്കാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ അതിനിപ്പോ വേണ്ട കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇപ്പൊ മക്കള് വിദേശത്താണ്, നോക്കാൻ അവർക്ക് സൗകര്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് തക്കവണ്ണമുള്ള ഓൾഡ് ഏജ് ഹോമുകള്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് നഴ്സിംഗ് ഹോമുകള്, ഹോം കെയറുകൾ, ഇതെല്ലാം ഇന്ന് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ അവൈലബിലിറ്റി ഇല്ലാത്തതല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? പലപ്പോഴും നമുക്ക് വേണ്ടി നമ്മളൊന്നും മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. ഇന്നും നമ്മുടെ അച്ഛനമ്മമാരുടെ ഒരു പ്രശ്നമാണത്. അപ്പൊ ഞാൻ ഈ തലമുറയിലെ ആളുകളുടെ അടുത്തെങ്കിലും പറയാണ്, ഇപ്പൊ മക്കളൊക്കെ വളർന്നു വരുന്ന ആളുകളുടെ അടുത്തെങ്കിലും ഞാൻ പറയാണ്, ദയവ് ചെയ്ത് 2 കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഒന്ന്, നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ്. പിന്നെ ജസ്റ്റ് ഒരു 50,000-നും 1,00,000-നും ഒന്നും എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കവറേജ്, ഒരു 2 to 3 lakhs rupees എങ്കിലും പെർ ഇയർ നമുക്ക് കവറേജ് ഉള്ളതെങ്കിലും വേണം. കാരണം ഒരു തവണ അഡ്മിറ്റ് ആയവർക്ക് അറിയാം എന്താണ് ഇന്നത്തെ 5-star ഹോട്ടൽ റൂമിനേക്കാൾ വിലയാണ്, അല്ലെങ്കിൽ പ്രൈസാണ് ഓരോ ഹോസ്പിറ്റലിന്റെയും ഒരു ദിവസത്തെ റൂമിന്റെ വാടക. 5-star റൂമിനേക്കാൾ വാടകയാണ്. അതൊന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് നല്ലൊരു രീതിയിലുള്ള മെഡിക്കൽ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള മെഡിക്കൽ ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കൃത്യമായി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കണം. കാരണം പലരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിന്റെ എല്ലാം വായിച്ചു നോക്കില്ല. പിന്നെ നമുക്കൊരു അസുഖം വരുന്ന സമയത്താണ് നമ്മൾ അവരെ വിളിക്കുമ്പോഴായിരിക്കും അവർ പറയാം, അയ്യോ അത് ഇതിൽ കവേർഡ് അല്ലാട്ടോ, ഇത് അതിൽ കവേർഡ് അല്ലാട്ടോ. അപ്പോ അവർ പുതിയ കാര്യങ്ങളോട് വരും. അപ്പോ നമ്മൾ എടുക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസിൽ എന്തൊക്കെ കവേർഡ് ആണ്, എന്തൊക്കെ കവേർഡ് അല്ല, എത്ര കാലം മുതൽ കവേർഡ് ആണ്, അങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം അറിഞ്ഞ് 4 പേരോടൊക്കെ ചോദിച്ച് വേണം എടുക്കാൻ. കാര്യം ഇഷ്ടം പോലെ കമ്പനികളുണ്ട്.
പക്ഷെ ഓരോ കമ്പനികളുടെയും പലരുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡിഫറെന്റ് ആയിരിക്കും, പലരുടെയും സർവീസസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള നല്ല സർവീസ് ഉള്ള മെഡിക്കൽ ഇൻഷുറൻസിന് ഒന്ന് എടുത്തു വെക്കുക. പിന്നെ ഇത് മാത്രമല്ല, കുറച്ച് പൈസ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളത് ഒരു ഭാഗമാണ്. പിന്നെ കുറച്ച് പൈസ നമ്മളിപ്പോ FD ഇടുന്ന പോലെ നമ്മൾ മക്കളുടെ പഠിപ്പിന് വേണ്ടി നമ്മൾ പൈസ സ്വരുക്കൂട്ടി വെക്കില്ലേ, മക്കളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ പലയിടത്തും പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കില്ലേ, വീട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ സ്വരുക്കൂട്ടി വെക്കില്ലേ, അത് പറഞ്ഞ പോലെ നമ്മുടെ വയ്യാത്തൊരു കാലത്ത് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട സൗകര്യത്തിന്, ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമുക്കൊരു വീട്ടില് ഒരു ഹോം നേഴ്സിനെ നിർത്തണം, അല്ലെങ്കിൽ ഒരു ഹോം കെയർ സെന്ററിനെ നമ്മുടെ കെയർ അവർക്ക് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു നഴ്സിംഗ് ഹോമില് ഒരു ഓൾഡ് ഏജ് ഹോമില് നമുക്ക് സൗകര്യം വേണം. ഇതിനൊക്കെ എന്താ നമ്മുടെ കയ്യിൽ വേണ്ടത്? പൈസയാണ്. പൈസ 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 മാത്രമാണ്. പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്ന പൈസയിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വാർദ്ധക്യ സമയത്ത് നിങ്ങളുടെ മെഡിക്കൽ ചിലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കുക കേട്ടോ. കാരണം ഞാൻ മക്കള് മോശമൊന്നുമല്ല പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാലോ, അധിക ചെറുപ്പക്കാരും കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവർ സെറ്റിൽ ചെയ്യാൻ, അവര് കേരളത്തിലോ ഇന്ത്യയിലോ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദേ വോണ്ട് ടു ഗോ അബ്രോഡ് അല്ലെ, അവർ കാനഡയിലും അമേരിക്കയിലും UK ഒക്കെ പോയി സെറ്റിൽ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു വയസ്സായ സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ അവര് തിരിച്ചു വന്ന് നിങ്ങളെ നോക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് അവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അവരിവിടെ നമ്മളെ സാമ്പത്തികമായിട്ട്, അപ്പോ അത് അവർ ചെയ്യുമോ ചെയ്യില്ലയോ എന്നൊന്നും നമുക്കറിയില്ല അല്ലെ. അപ്പൊ എന്തിനാണ് വേറൊരാളെ ആശ്രയിച്ച് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇൻകത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ തന്നെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ അസുഖത്തെ പറ്റിയിട്ടല്ല, അസുഖം വന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കാണുന്നതാണ് പലരും, നിങ്ങൾക്കറിയാം ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ ഷാർജയിലാണ്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിയമമാണ്. ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ ഇല്ലാരും, അതൊരു മസ്റ്റാണ്. ഇവിടെ സെൽഫ് പേ, അതായത് സ്വന്തമായിട്ട് വന്ന് കാശ് കൊടുത്ത് വരുന്ന പേഷ്യൻസ് ചിലപ്പോൾ 100 പേഷ്യൻസ് വന്നാൽ ഒരാളായിരിക്കും. ബാക്കി 99 പേർക്കും ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. കാരണം ഇവിടെ ഈ രാജ്യത്ത് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ. ഈ രാജ്യത്തിന്റെ നിയമം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രി എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തരുന്നുണ്ട്. അത് ദേ ആർ പേയിങ്, അത് അതിന്റെ എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളത് നിയമമാണ്. മനസ്സിലായില്ലേ? അപ്പോ UAE എന്ന് പറയുന്ന രാജ്യത്ത് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഞാൻ ഒരു ആശുപത്രിയിൽ പെട്ടെന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചോദിക്കുക നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആശുപത്രിയിൽ കവേർഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാ ഇൻഷുറൻസും എല്ലാ ആശുപത്രികളിലും കവേർഡ് അല്ല. അപ്പൊ നമുക്ക് കവർ ചെയ്യുന്ന ആശുപത്രികളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് ചെയ്തോളും. നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഇതേ ആശുപത്രികളിൽ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ ചികിത്സയൊക്കെ തരും, ചികിത്സയ്ക്കില്ല എന്നല്ല പറയുന്നത്. പക്ഷേ വരുന്ന ബില്ല് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കൊല്ലത്തെ സാലറി ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് താങ്ങാൻ കഴിയാത്തത്ര കോസ്റ്റ്ലി ആണ് ഇവിടുത്തെ ചികിത്സാ ചെലവുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണകൂടം എല്ലാവരെയും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നു. അത് ഒരു മസ്റ്റ് ആയിട്ടുള്ള നിയമമാക്കി മാറ്റിയിരിക്കുന്നു. സോ ദാറ്റ് എല്ലാവരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ പരിരക്ഷ ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പോ കമ്പനികളെ ഓരോ കമ്പനികളും അവരുടെ എംപ്ലോയീസിന് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കണമെന്ന് നിയമമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള 90% അല്ലെങ്കിൽ 99% ആളുകൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ പരിരക്ഷ നല്ല രീതിയിൽ പോകുന്നു. നിങ്ങൾക്കറിയാം UK-ലും US-ലും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അത് അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ, നല്ലൊരു ശതമാനം അവർ ടാക്സ് വാങ്ങുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സിറ്റിസൺസിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് അവിടുത്തെ സ്റ്റേറ്റ് ആണ് നോക്കുന്നത്. അതായത് അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത് അവിടുത്തെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് അവരത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലാണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പൈസയൊന്നും കൊടുക്കണ്ട. പക്ഷേ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായി ഇപ്പൊ UK-ലൊക്കെ ഉള്ള പോലെ എല്ലാം ഗവൺമെന്റ് സെറ്റപ്പ് ആണ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ രാജ്യത്തിന് വരാൻ സമയമെടുക്കും. അപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഗവൺമെന്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. ഒരിക്കലും പ്രൈവറ്റ് മേഖലയെ നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇന്നും നമ്മൾ നല്ല എക്സ്പെർട്ട് സൗകര്യങ്ങൾക്കായിട്ട് ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ പ്രൈവറ്റിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ആവശ്യമാണ്, അല്ലെങ്കിൽ നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് ആവശ്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ്, അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ അച്ഛനമ്മമാർക്കും എടുക്കുക കേട്ടോ. പാവങ്ങള് പലപ്പോഴും ഇപ്പൊ വയസ്സായ അച്ഛനും അമ്മയൊക്കെ
നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് അവരൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ഇന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചോദിക്കുക. ഇല്ലാത്തവർ എടുക്കുക. ഒരിക്കലും അതൊരു നഷ്ടമായി നിങ്ങൾ കണക്കാക്കരുത്. നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ നമ്മുടെ വണ്ടിയും അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളും വീടൊക്കെ ഇൻഷുർ ചെയ്യുന്ന പോലെ ആദ്യം നമുക്കൊരു വില നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പൊ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കുക. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോന്നിനായി പൈസ മാറ്റി വെക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടിയും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ കുറച്ച് പൈസ സ്ഥിരമായിട്ട് ഇടുക. ഇതെന്തിനാണ്? നമുക്ക് വയ്യാതെ വന്ന സമയത്ത് ആരെയും ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ കയ്യിൽ സ്വന്തം വേണം കേട്ടോ. അപ്പോ ഇത്രയുമാണ് പറയാനുള്ളത്. യെസ്, പിന്നെന്താണ്? അപ്പൊ അത്രയേ ഉള്ളൂ. ഇന്നിപ്പോ എന്റെ ടോക്ക് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത് നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാണുന്ന എല്ലാവരിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പേജിലുള്ള എല്ലാവരിലേക്കും നിങ്ങൾ കാണുന്ന ആളുകൾ ഷെയർ ചെയ്യുക. കാരണം പലപ്പോഴും നമ്മൾ നാളെ എടുക്കാം എന്ന് മാറ്റി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ ബീങ് എ ഡോക്ടർ ഞാൻ കാണുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ വന്ന്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അത്രയും ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഡിസ്ചാർജ് ഒക്കെ വാങ്ങി പോകുന്ന എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ വളരെയധികം വിഷമം തോന്നും. പക്ഷെ ഇതാണ് അതിന്റെ കാര്യം. അപ്പോൾ ഒരു നല്ല ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കും ധൈര്യമായിട്ട് ജീവിക്കാം കേട്ടോ. നല്ലത് ഏതാണോ ചോദിക്കേണ്ടത്. നോക്കൂ, അങ്ങനെ എനിക്ക് ഇന്ന കമ്പനി നല്ലതെന്നൊന്നും പറയാനില്ല. എത്രയോ കമ്പനികൾ, ന്യൂ ഇന്ത്യ, അതുപോലെ തന്നെ ടാറ്റ, പിന്നെ സ്റ്റാർ ഹെൽത്ത്, അങ്ങനെ എത്ര കമ്പനികൾ, എത്ര പേര് ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രോപ്പറായി വായിക്കുക, എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം എല്ലാം കമ്പയർ ചെയ്യുക. ഒരു 5-6 കമ്പനികളെ കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലത് എന്ന് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പൊ ശരി, എല്ലാവർക്കും ബൈ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ടോക്കുകൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ബുക്ക് വായിച്ചോ? ഞാൻ ബുക്ക് അത് ചോദിക്കാൻ മറന്നുപോയി. 250 പേര് ഇപ്പൊ കാണുന്നുണ്ട്. ആരൊക്കെ ബുക്ക് വാങ്ങിച്ചു? ഞാൻ എന്റെ ബുക്കായതുകൊണ്ട് പറയല്ല, നിങ്ങൾക്ക് കുട്ടികളുള്ള ആർക്കും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ പോകുന്ന ആർക്കും, നിങ്ങൾക്ക് അറിയുന്ന ആർക്കും ഒരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് ആ ബുക്കിൽ വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പറ്റുന്ന ആളുകൾ DC ബുക്ക് സ്റ്റോറിലുണ്ട്, ആമസോണിലുണ്ട്. ഡോക്ടറെ, ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നാണ് ആ ബുക്കിന്റെ പേര്. അപ്പൊ പറ്റുന്ന ആളുകളെല്ലാം വാങ്ങുക, വായിക്കുക കേട്ടോ. അപ്പൊ ശരി, ബൈ, ടേക്ക് കെയർ.